നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് udayspluss.gov.in. അത് നിങ്ങൾ സൈറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. നെക്സ്റ്റ് ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾ ഇത് കാണാൻ പറ്റും ഇവിടെ. ജസ്റ്റ് ഒന്ന് ലോഗിൻ ഫോർ ഓൾ മൊഡ്യൂൾ എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് 3 പ്രൊഫൈലാണ് കാണുന്നത്: പ്രൊഫൈൽ ആൻഡ് ഫെസിലിറ്റി, ടീച്ചർ മൊഡ്യൂള്, സ്റ്റുഡൻറ്റ് മൊഡ്യൂള്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ടീച്ചർ മൊഡ്യൂളാണ്. ടീച്ചർ മൊഡ്യൂള് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മളെ യൂസർ നെയിം എന്ന് പറയുന്നത് യുഡൈസ് കോഡാണ്. അതുപോലെ തന്നെ അതിൻ്റെ പാസ്വേഡ്, അതിനുശേഷം ഇതിൻ്റെ ക്യാപ്ച അടിക്കാം. അതിനുശേഷം ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കാണുന്നത്. അതിൽ ക്ലിക്ക് ഹിയർ ടു ഓപ്പൺ ടീച്ചർ DCF ടു ഫിൽ ദ ഡാറ്റ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ സ്ക്രീൻ കാണും. ഇതിൽ നമ്മൾ റെഗുലർ ടീച്ചിങ് സ്റ്റാഫ് 4 ഉണ്ട്. ഇതിപ്പം കോട്ടച്ചേരി സ്കൂളിൻ്റെ ഡാറ്റയാണ്. ഇതിൽ റെഗുലർ ടീച്ചിങ് സ്റ്റാഫ് 4 ഉണ്ട്, നോൺ റെഗുലർ ടീച്ചിങ് സ്റ്റാഫ് 1 ഉണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ടീച്ചിങ് സ്റ്റാഫ് ഇൻ പൊസിഷൻ രണ്ടും കൂടിയിട്ട് 5 ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻകംപ്ലീറ്റ് 5 ആണ്. എന്നാൽ 5 ടീച്ചറുടെ ഡാറ്റയും നിലവിൽ കംപ്ലീറ്റ് അല്ല. അതുപോലെ തന്നെ തൊട്ടതായ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്. നമ്മുടെ ഓഫീസ് സ്റ്റാഫ്, പിന്നെ ക്ലർക്ക്, പിയൂണ്, അവരൊക്കെ ഡീറ്റെയിൽ. കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് എണ്ണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇപ്രാവശ്യം അവരെ ഫുൾ ഡീറ്റെയിൽ, അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ 0 എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ അതിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ റെഗുലർ ആൻഡ് കോൺട്രാക്ട് സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽ ആണ്. അപ്പം ഇതിൽ ഈ ടോട്ടൽ എന്നുള്ള ഈ നമ്പറിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് പോകും. ഇതൊക്കെ അവിടെയുള്ള ടീച്ചേഴ്സാണ്. 1 മുതൽ 5 ടീച്ചറുടെ ഡീറ്റെയിലാണ്. അപ്പോൾ ആദ്യം കാണുന്നത് നമ്മൾ ആ ടീച്ചറെ ഡീറ്റെയിലിന് നേർക്ക് ഇതിൽ ജനറൽ പ്രൊഫൈലുണ്ട്, അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈൽ, ട്രെയിനിങ് ആൻഡ് അതർ. ഈ 3 ഡീറ്റെയിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിലാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പം ഇതിൽ നമ്മൾ ഇപ്പം ജനറൽ പ്രൊഫൈല് അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുക്കും. അപ്ഡേറ്റ് കൊടുത്ത ശേഷം ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുത്ത ശേഷം അപ്ഡേറ്റ് കൊടുക്കും. അങ്ങനെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏതാണോ അതിന് കറക്റ്റ് ആയിട്ടുള്ളത്, ആ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ അത് ചെയ്യണം. അതിനുശേഷം ലാസ്റ്റ് കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ ഇത് 2 ഡീറ്റെയിൽ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഒരു ടീച്ചർ 2 ഡീറ്റെയിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജനറൽ പ്രൊഫൈലും അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈൽ. ഈ ലാസ്റ്റത്തെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ കുറച്ച് പെൻഡിങ് ഉണ്ട്. അതും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും, ആ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ആവും. അങ്ങനെ എല്ലാ ടീച്ചേഴ്സിൻ്റെതും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ഏതെങ്കിലും ടീച്ചർ ഇവിടുന്ന് പിന്നെ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആവുകയോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയി പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ലെഫ്റ്റ് സ്കൂൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ലെഫ്റ്റിൽ നിന്ന് നിൽക്കുക. ലെഫ്റ്റിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ റീസൺ, റിട്ടയർമെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഓരോ റീസൺ ഉണ്ട്. ആ റീസൺ സെലക്ട് ചെയ്യുക. അതിൻ്റെ റിമാർക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ അത് കൊടുക്കാം. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ നിന്ന് ആ ടീച്ചർ ലെഫ്റ്റായിട്ട് പോകും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഇനി പുറത്തുനിന്ന് ഏതെങ്കിലും ടീച്ചർ പുതിയതായിട്ടല്ല, പിന്നെ മറ്റു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ടീച്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇമ്പോർട്ട് ടീച്ചർ എന്നുള്ള ഈ ബട്ടൺ എന്താക്കുക, നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചറോട് നമ്മൾ എന്താ ചെയ്യുക, പിന്നെ ഡീറ്റെയിൽ ചോദിക്കുക, ടീച്ചർ കോഡ് ചോദിക്കുക. അതുപോലെ തന്നെ ആ ടീച്ചറെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുക. ഗോ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടീച്ചറെ ഡീറ്റെയിലേക്ക് പോകും. അതിനുശേഷം
അതിനുശേഷം ആ ടീച്ചറെ നമുക്ക് എന്താ ആ സ്കൂളിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് അല്ല, ഇമ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇനി ഒരു സ്കൂളിലും പിന്നെ പോവാണ്ട് ആദ്യം ഫസ്റ്റ് ടൈമാണ് സ്കൂളിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് ഇത് ആഡ് ന്യൂ ടീച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ടീച്ചറിൽ പോയിട്ട് ആ ടീച്ചേഴ്സിൻ്റെ മുഴുവൻ ഡീറ്റെയിലും നമുക്ക് ആഡ് ചെയ്ത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഇതിൽ 0 എന്നുള്ളിടക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ആഡ് ന്യൂ നോൺ ടീച്ചിങ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടീച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിൽ റീഫ്രഷ് ബട്ടൺ ഉണ്ട്. റീഫ്രഷ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റീഫ്രഷ് ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. അതിനുശേഷം ഇതെല്ലാം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇതിൽ ക്ലിക്ക് ഹിയർ ടു മാർക്ക് കംപ്ലീറ്റഡ് എന്ന് കാണാൻ പറ്റും. ഇത് കണ്ടോ, ക്ലിക്ക് ഹിയർ ടു മാർക്ക് കംപ്ലീറ്റ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അത് ഓക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ഇതൊക്കെ കൊടുത്തു. അതിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, അതിൽ ഡിക്ലെയർ കൊടുക്കുക. റിമാർക്കിൽ ഓക്കെ എല്ലാം കറക്റ്റ് ആണെന്നില്ല ഒരു റിമാർക്ക് കൊടുക്കുക. അപ്ഡേറ്റ് സ്റ്റാറ്റസ് അത് കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മളെ ഈ ടീച്ചർ ഡാറ്റ കംപ്ലീറ്റ് ആവുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് എല്ലാവരും നിലവിൽ ടീച്ചർ ഡാറ്റ കംപ്ലീറ്റ് ആക്കാനുള്ള നിലവിൽ ചെയ്യേണ്ടത്. ഓക്കെ.